ഇത് ഇത്തിരി കടന്ന കൈയായിപ്പോയി. ഇന്നലെ രാവിലെ പുറത്തിറങ്ങിയ പത്രം കണ്ട് വായനക്കാർ ഞെട്ടിപ്പോയി. പൂട്ടലിന്റെ വക്കിൽ KSRTC. 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ. ട്രഷറി കാലി. പെൻഷൻ മുടങ്ങിയിട്ട് 18 മാസം. ദേശീയപാത വികസനം മതിയാക്കി അതോറിറ്റി. എങ്ങുമെത്താതെ ഗെയിൽ. റോഡ് പണി നിലച്ചു തുടങ്ങിയവയായിരുന്നു പത്രങ്ങളിലെ ഒന്നാം പേജ് വാർത്തകൾ. ഒന്നും മനസ്സിലാകാതെ രണ്ടാം പേജിലേക്ക് കണ്ണോടിച്ച സാധാരണക്കാരായ വായനക്കാർ വീണ്ടും ഞെട്ടിപ്പോയി. ഒന്നാം പേജിലെ തലക്കെട്ടുകൾക്ക് നേരെ വിപരീതമായ തലക്കെട്ടുകളായിരുന്നു രണ്ടാം പേജിൽ. ഇതൊക്കെ PRDയുടെ പരസ്യമായിരുന്നു എന്ന് പല വായനക്കാരും തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. ഇരുണ്ട കാലം എന്ന പേരിലുള്ള CPM ക്യാമ്പയിനെ ചുവടുപിടിച്ചാണ് PRD സർക്കാർ ചിലവിൽ മലയാളം ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലെല്ലാം 2 മുഴുവൻ പേജ് പരസ്യം നൽകിയത്. UDF കാലത്തെ വീഴ്ചകൾ വാർത്താരൂപത്തിലാക്കിയാണ് ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചത്. UDF കാലത്തെ കേരളം എങ്ങനെയായിരുന്നു എന്നതാണ് പരസ്യത്തിൽ പറയുന്നത്. രണ്ടാം പേജിൽ പിണറായി സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങളും വാർത്താരൂപത്തിൽ വിവരിക്കുന്നു. 10 വർഷം മുമ്പ് ഭരിച്ച UDF കാലത്ത് കേരളം എങ്ങനെയായിരുന്നുവെന്നും ഇന്നത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് 2 പേജ് പരസ്യത്തിലൂടെ PRD ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്നാണ് 140 ന്യൂസ് പൊളിറ്റിക്സിന് പറയാനുള്ളത്. സർക്കാർ പരസ്യത്തിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രൂക്ഷമായ ഭാഷയിൽ PRDയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഇത് രാഷ്ട്രീയ പരസ്യമാണെന്നും ഒരു കാലത്തും PRD ചെയ്യാത്തതാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്ന PRD ഉദ്യോഗസ്ഥർ ചെവിക്ക് നുള്ളിക്കോ എന്നും ഇതിനൊക്കെ അവർ മറുപടി പറയേണ്ടി വരുമെന്നും ചെന്നിത്തല പറഞ്ഞു. RSP നേതാവ് ഷിബു ബേബി ജോണും പരസ്യത്തിനെതിരെ രംഗത്തെത്തി. PRD പരസ്യത്തിലൂടെ അവാസ്തവം പ്രചരിപ്പിക്കുകയാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തികച്ചും തെറ്റായ കാര്യങ്ങളാണ് പരസ്യത്തിലുള്ളത്. UDF അധികാരത്തിൽ വന്ന ശേഷം PRD ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അവാസ്തവം പ്രചരിപ്പിച്ച ഉദ്യോഗസ്ഥരെ UDF അധികാരത്തിൽ വന്നാൽ കൈകാര്യം ചെയ്തിരിക്കുമെന്നായിരുന്നു ഷിബു ബേബി ജോൺ പറഞ്ഞത്. എന്നാൽ താൻ പോയി കേസ് കൊടുക്കുക എന്നായിരുന്നു പരസ്യ വിവാദത്തിൽ മുൻ ധനമന്ത്രിയും CPM നേതാവുമായ തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഒരു പരസ്യം കണ്ടിട്ട് ഇത്ര വിരളേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തോടെ തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തോമസ് ഐസക്ക് നിലപാട് വ്യക്തമാക്കുന്നത്. സർക്കാർ പണം ചിലവിട്ട പരസ്യം നൽകിയെന്ന വിമർശനത്തിന് മുൻ UDF സർക്കാർ ഇതേ ഇനത്തിൽ ചിലവിട്ട 151 കോടി രൂപയുടെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഐസക്ക് പ്രതിരോധിക്കുന്നത്. കൃത്യമായി 2 മുന്നണികളുടെ ഭരണകാലത്തെക്കുറിച്ചാണ് പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് മോശമാണോ പ്രശംസയാണോ എന്നതല്ല, ശരിയാണോ തെറ്റാണോ എന്നതാണ് പ്രശ്നം. UDF ഓടി ഒളിച്ചാലും ഞങ്ങൾ പിന്തുടർന്നു വന്ന് ഈ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നും പരാതിയുള്ളവർ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നും എന്നാൽ താൻ പോയി കേസ് കൊടുക്കുക എന്നും പരാമർശിക്കുന്നതായിരുന്നു തോമസ് ഐസക്കിന്റെ പോസ്റ്റ്.